നമ്മളൊരു ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരാവുന്ന ഒരു അവസരമുണ്ട്. നമ്മൾ ഒറ്റയ്ക്കായി പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ഒറ്റയ്ക്കാണെന്നുള്ളത്. ഒരു ക്ലാസ് റൂമിലല്ല നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടം സ്റ്റുഡൻസിൻ്റെ കൂടെ അല്ല പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു എലോൺ ഫീൽ ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ എന്താ വെച്ചാൽ നമ്മളെ പോലെ തന്നെയുള്ള അതേപോലെ ഒറ്റയ്ക്ക് ഡെവലപ്മെന്റ് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. സോ അവരെ നമ്മൾ ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് അവരുടെ കൂടെ ഒരു ക്ലബ്ബായിട്ട് ചെയ്യുക. 2 പേരുണ്ടെങ്കിൽ 2 പേരും കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവും. അല്ല ഒരാൾക്ക് വരാത്ത ഡൗട്ട് മറ്റവന് മനസ്സിലാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കൂടി ആയി അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കമ്മ്യൂണിറ്റികളിൽ നിന്ന് കണ്ടെത്തുക, എന്നിട്ട് അവരുടെ കൂടെ ഒരു ബഡി പാർട്ട്ണർ എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്താൽ നമുക്ക് ഗ്രോത്ത് പെട്ടെന്നാവും. അപ്പോൾ അത് ചെയ്യേണ്ടത് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ 2 പേരും കൂടി ചെയ്യണമെങ്കിൽ 2 പ്രോജക്റ്റ് ചെയ്യണം, 2 ഡിഫറെൻറ്റ് ടൈപ്പ് പ്രോജക്റ്റ് ചെയ്യണം. അപ്പം മനസ്സിലാവും. അല്ലാതെ 2 പേരും കൂടിയും ഒരു പ്രോജക്റ്റ് ചെയ്താൽ ഇതെല്ലാം ഞാൻ പ്രോജക്റ്റ് ചെയ്താണെന്നുള്ള കോൺഫിഡൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിക്കണം, എന്നിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നല്ലൊരു ബഡ്ഡി പെയറിനെ കണ്ടെത്തുക എന്നുള്ളത് ഏതൊരു കമ്മ്യൂണിറ്റികൾ കിട്ടും. കമ്മ്യൂണിറ്റികളിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കമ്മ്യൂണിറ്റി നല്ല ബഡ്ഡി പെയറിനെ കണ്ടെത്തുക, എന്നിട്ട് 2 പേരും കൂടി ഡെവലപ്പ് ചെയ്യാമെന്നാണ് ഒറ്റയ്ക്ക് ഡെവലപ്മെൻറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്.